ഈശോയുടെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മളെ ഇന്ന് വരെ കൈപിടിച്ച് നടത്തിയത്. രക്ഷയുടെ കരം അല്ലെ. ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്തകൾ കൊണ്ടും ശക്തി കൊണ്ടും അറിവ് കൊണ്ടൊക്കെ ചെയ്തെങ്കിലും നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതകള് കൂടുതലായിരുന്നോ കുറവായിരുന്നോ? കേക്കാവോ? കുറവായിരുന്നു. കുറവ് അല്ലെ, കുറവാണ്. എല്ലാം കാര്യം നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, അറിവുകൾ കൊണ്ട് ചിന്തിക്കുന്നു. പക്ഷെ നമ്മള് തലനാരിഴക്ക് എന്ന് പറഞ്ഞ പോലെ പല മേഖലകളിൽ കൂടി നമ്മള് രക്ഷപ്പെട്ട് ദൈവത്തിന്റെ കരുണയുടെ കരം, അനുഗ്രഹം സ്വീകരിക്കാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും നമുക്ക് നമ്മുടേതായ ബുദ്ധിയോ ശക്തിയോ അറിവോ ഒന്നും പ്രബലപ്പെടാതെ നിൽക്കുന്നത്. പക്ഷെ അത് എല്ലാവരും ഇത് മനസ്സിലാക്കുന്നില്ല. പലരും ഇപ്പൊ രോഗിയാണെങ്കിൽ കുറെ മരുന്ന് കഴിച്ചു, നല്ല ട്രീറ്റ്മെന്റ് കിട്ടി, നമ്മുടെ രക്ഷപ്പെട്ടു. അപ്പോ ആ രോഗിയെ സംബന്ധിച്ച് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്ത ഹോസ്പിറ്റൽ വലുതായിരിക്കാം, ഡോക്ടർ വലുതായിരിക്കാം, ട്രീറ്റ്മെന്റിന്റെ ആ രീതികളൊക്കെ വലുതായിരിക്കാം. പക്ഷെ എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് കടന്നു പോയത്? ദൈവത്തിന്റെ കരുണയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് കടന്നു പോയത് അല്ലേ? ആ അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ വലിയ ദാരിദ്ര്യ ദുഃഖത്തില് ആയിരുന്നു ജീവിച്ച കാലം ഉണ്ടാവും. പക്ഷെ ഒരു സമയം അതിനെ ദൈവം അതിജീവിച്ച് അത്യാവശ്യം നല്ല രീതിയില് നല്ല സുഭിക്ഷമായി ജീവിക്കുവാനുള്ള അവസരങ്ങള് ദൈവം തന്നെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയോ കഴിവോ നമ്മുടെ സാമർഥ്യമോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാന ഫലമോ ആണോ? അല്ല. അല്ല. എല്ലാം ദൈവത്തിന്റെ ഒരു കരുതലാണ്, കരുണയുടെ കരുതലാണ്. ദൈവം നമ്മള് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് തക്ക പ്രതിഫലം യഥാർത്ഥത്തില് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തരുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയില് മനുഷ്യകുലം ഉണ്ടാവുകയായിരുന്നില്ല അല്ലെ? മനുഷ്യകുലം എന്ന് പറയുന്ന ജീവിതങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ കരുണയുടെ ആ കരം എത്രമാത്രം നമുക്ക് വേണ്ടി സഹിക്കുന്നുണ്ടല്ലേ? ഒരുപാട് നമുക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രമാത്രം മോശമായ ചിന്തയിലാണെങ്കിലും ജീവിതമാണെങ്കിലും ദൈവം നശിപ്പിച്ച് കളയാതെ തിരിച്ച് എപ്പോഴാണെങ്കിലും വരും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയാണ്. പക്ഷെ പലരെയും ദൈവം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരണാസന്നരായിരിക്കുന്ന അവസ്ഥയിൽ വാശിയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞാണ്, രോഗാവസ്ഥയുടെ മൂർധന്യാവസ്ഥയിലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കരമായ സ്വാർത്ഥതയും ഒക്കെയാണ്. സംസാരം കേട്ട് നമ്മള് ഇട്ടെറിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ. അപ്പോ അത്രയും അവസ്ഥയിലാണെങ്കിൽ പോലും മനുഷ്യര് മാറാനും കൂട്ടാക്കുന്നില്ല. എന്നിട്ടും ദൈവം അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നു, ആയുസ് കൊടുക്കുന്നു. എന്തിനാണ് അങ്ങനെ ആയുസ്സും ജീവിത സാഹചര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? കർത്താവിന്റെ കർത്താവ് കരുണ കാണിക്കാൻ അവസരം കാത്തിരിക്കുകയാണ്. ദൈവം കരുണ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് അവരറിയാൻ, അതായത് ദൈവം കരുണ കൊടുക്കുന്നു എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം അല്ലെ? അവരറിയാൻ, അനുഭവിക്കുന്ന ആളുകള് അറിയാനുള്ള സമയങ്ങൾ ഇങ്ങനെ നീട്ടി റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ അവര് മോശമായ മനസ്സിനും ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അടിമത്വത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ദൈവം വീണ്ടും വീണ്ടും അത് തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ മനസ്സാന്തരത്തിലേക്ക് വരുവാൻ, അവരുടെ ആത്മാവ് വിശ്വാസം കൊണ്ടുപോകാതിരിക്കാൻ ദൈവത്തിന്റെ കരുണ അറിഞ്ഞ ആ സ്പോട്ടിൽ എന്ത് സംഭവിക്കും? അവരെ കർത്താവിന് മുഴുവനായിട്ടും വേണ്ടിയെടുക്കാൻ പറ്റും അല്ലെ? ചില മനുഷ്യര് എത്ര ദുഷ്ടത ചെയ്താലും ചിലപ്പോൾ മരണാസന്ന സമയങ്ങളിൽ അവർക്ക് കണ്ണു തുറക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ട്. അല്ലേ? എന്താണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട്?
എന്തോ അത് നമുക്ക് അർഹതയില്ലെങ്കിലും കർത്താവ് കരുണ കാണിക്കും. കരുണ കാണിക്കാൻ ആ പ്രഭാഷകൻ കരുണ 16 അർഹതയില്ലാതെയാണ് മരണത്തിന്റെ അവസാന വിനാഴിക വരെ നമ്മൾ അനുഭവിക്കുന്നത് ആയിട്ടുള്ള ദൈവിക സ്നേഹത്തിന്റെ അടയാളമായ കരുണ. അതായത് പെട്ടെന്ന് എല്ലാ അവസ്ഥകളിലും ആരോഗ്യമുള്ള സമയത്തും ആരോഗ്യമില്ലാത്ത സമയത്തും ദൈവത്തിന് ഈ കരുണയുടെ വാതിൽ അടച്ചു കളയുന്നില്ല. അത് ഇല്ല. പക്ഷെ ഈ ജീവിതത്തില് അത് ഓക്കെ, പക്ഷെ മരണത്തിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോഴും ഇത് തിരിച്ചറിയാതെ ആത്മാവ് കടന്നു പോകുന്നുണ്ടെങ്കിൽ വലിയൊരു നീതി, അതായത് നീതിയുടെ മുഖം നമുക്ക് കാണേണ്ടി വരും. കാണാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാല്ലേ, ഭൂമിയിലെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഏഹ് അതെ. ഭൂമിയിൽ ഇപ്പൊ നമ്മളൊരു കുറ്റം ചെയ്ത, അതെ. ഇപ്പൊ ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ നിയമം, വീടിന്റെ നിയമം, എല്ലാത്തിനും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും പോണത് അല്ലെ? ഇപ്പൊ അതെ. ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അതൊക്കെ ഒരു നിയമങ്ങളാണ് അല്ലെ? അതുപോലെ തന്നെ സ്വർഗത്തിലും ചില കട്ടൻഡേറ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് സ്വർഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ അതിന്റെ മുമ്പിൽ നമുക്ക് എക്സ്ക്യൂസ് ഇല്ല. അപ്പോഴെന്ത് പറ്റും? ഇത് ഭൂമിയിൽ വെച്ച് എക്സ്ക്യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളിൽ കൂടിയാണ് നമുക്കത് എക്സ്ക്യൂസ് ആയിട്ട് നമുക്കൊരു ഇളവ് കിട്ടുന്നത്. ഇതിനൊന്നും കൂട്ടാക്കാതെ കൂസലില്ലാതെ ജീവിച്ച് കടന്നു പോയാൽ പിന്നെ എന്ത് പറ്റും? നീതി അതെ. മാത്രമേ ഉള്ളൂ, നീതി. ഇളവൊന്നുമില്ല അവിടെ. നീതിയുടെ മുഖം ദർശിക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭീകരമായ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രമാത്രം ഭീകരതയാണ്. അതുകൊണ്ടാണ് കരുണയുടെ മുഖം കണ്ടു കടന്നു പോകാനായിട്ടാണ് ദൈവം കൂടുതൽ ആഗ്രഹിക്കുന്നതും നമ്മളോട് ഓരോ വിശുദ്ധരിൽ കൂടിയും പരിശുദ്ധ അമ്മയിൽ കൂടിയും ഓരോ ജീവിതങ്ങളിൽ കൂടിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ കാര്യം എന്താ? ഈ കരുണയുടെ കരം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിലേക്ക് വരും. അപ്പൊ എല്ലാം കൂടി നമുക്ക് എണ്ണിപ്പെറുക്കി പറയാനായിട്ടുള്ള സമയ ദൈർഘ്യത കുറവുള്ളത് കൊണ്ട് ഞാൻ ഈശോയോട് പറയും, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോ, അത് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഇതൊക്കെ ഒന്ന് ശരിയാവണം? നമുക്ക് ഒരാൾ വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? അല്ല. ഇല്ല. നമ്മൾ എന്തോരം ബലം വിളിച്ചാലും ഒരു ഒരു ഇളം കാറ്റ് പോലും വരുന്നില്ല നമ്മുടെ പ്രാർത്ഥനകളുടെ ഗ്യാരണ്ടി എന്ന് പറയാനായിട്ട്. അത്ര ചെറുതാണ്, അത്ര നിസ്സാരമാണ്. പക്ഷെ ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ തലയിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ ഈ സമയത്ത് എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് അത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും ഈശോ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാ, നിനക്ക് ഞാനൊരു പ്രാർത്ഥന തന്നിട്ടുണ്ടല്ലോ, അത് നീ കൃത്യമായിട്ട് നീ പ്രാർത്ഥിക്കും എന്ന്. അപ്പൊ എനിക്ക് തന്നേക്കുന്ന ഒരു പ്രാർത്ഥന ഏതാണെന്നറിയാവോ? നമ്മൾ കരുണയുടെ ജപമാലയുടെ അവസാനം പ്രാർത്ഥിക്കല്ലോ, എന്റെ ഈശോയെ, അങ്ങേ കരുണ യഥാർത്ഥമാവിധം തിരിച്ചറിയാതെ സ്നേഹത്തെ മനസ്സിലാക്കാതെയും ജീവിക്കുന്ന ഓരോ ആത്മാവിന്റെ അവസ്ഥ എത്രയോ ദാരുണമാണ്. ഇതാണ് ഞാൻ അതായത് എന്റെ ഉള്ളില് ശരിക്കും ഞാൻ അനുഭവിച്ച ദൈവകരുണയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ എന്റെ ഉള്ളിലുണ്ടായ ഒരു ഉത്കണ്ഠയാണ്, ദൈവമേ, ഇത് എല്ലാവർക്കും ഇത് ബാധകമാണല്ലോ, ഇതറിയാത്ത മനുഷ്യർ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ ഈശോയ്ക്ക് ഒരു കത്തായിട്ട് ഞാൻ എന്റെ മനസ്സിലുണ്ടായ വെപ്രാളവും ഉത്കണ്ഠയും ഞാനതൊരു എഴുത്തുപോലെ എഴുതിയതാ. അന്നേരം എനിക്ക് ഇത്ര ആത്മീയമായ ചിന്തകളോ ആത്മീയമായ ഉൾക്കാഴ്ചകളോ ഒന്നുമില്ലാത്ത സമയം ഇപ്പോഴും ഉണ്ടെന്ന് പറയാനുള്ളതല്ല. അന്നേരം ഞാൻ വളരെ ബിഗ് സീറോയിൽ നിൽക്കുന്ന ഒരു സമയം. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വേദനയും ഉത്കണ്ഠയും, എന്ത് ചെയ്യും ആളുകളെ സഹായിക്കാൻ. നമുക്കറിയാലോ, കുറച്ച് ആത്മീയതയിൽ ഇപ്പൊ നമ്മൾ ഒരാഴ്ചത്തെ ധ്യാനം കൂടി കഴിയുമ്പോൾ ഭയങ്കരമായ എനർജി ആയിരിക്കും. എന്തൊക്കെ ചെയ്യാമോ തലകുത്തി മറിയാ, എന്തൊക്കെ നമ്മൾ ചെയ്യാമോ അതൊക്കെ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവും ആ സമയം.
പക്ഷെ അത് ചിലപ്പോ 5 ദിവസത്തെ ധ്യാനമാണെങ്കിൽ 6-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 8, 9, 10 ദിവസത്തിനുള്ളിൽ അത് ആറിത്തണുത്ത് ഉറഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലേ? അതെ. സാധാരണ മനുഷ്യരുടെ കാര്യമാണ്. നമ്മൾ അസാധാരണ മനുഷ്യരൊന്നും അല്ല. പക്ഷെ ദൈവം കൃപ തന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇന്ന് വരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അന്ന് പക്ഷെ ഇതൊന്നും ഞാൻ ധ്യാനം കൂടിയതോ അങ്ങനെ ഒന്നും ആയിട്ടുള്ള ഒരു സമയമൊന്നും ആയിരുന്നില്ല. ഞാൻ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്റെ ജീവിതവുമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്റെ ഉള്ളിൽ വന്ന ഈ കുഞ്ഞു ചിന്തകള് എന്നെ വല്ലാത്ത ഒരു വേദനയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ എന്റെ ഡയറി എടുത്തിട്ട് എഴുതിയതാണ് ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന. പക്ഷെ അതിന്റെ വലിപ്പം എന്താന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോ ഇപ്പോഴും ഈശോ പറയണത്, ഇപ്പോഴും നീ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ പ്രവർത്തിച്ചോളാം എന്നാണ്. അപ്പോ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് എന്താ, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ദൈവമേ, നീ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമേ. അപ്പൊ ഈശ്വരന് പറഞ്ഞത്, നിനക്ക് തന്ന പ്രാർത്ഥന തന്നെ നീ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ അതായത് ആ ഫസ്റ്റ് ലൈൻ തന്നെ വലിയ ഒരു ദൈവിക ഇടപെടലുകൾക്ക് കാരണം. ഈശോയെ, അങ്ങനെ കരുണ യഥാർത്ഥമായ വിധത്തിൽ അറിയാതെ മനസ്സിലാക്കാതെയും ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥ എത്രയോ ദാരുണമാണ്. ഇത് വലിയൊരു മനുഷ്യ ബുദ്ധിക്ക് അതീതമായ ചിന്ത കൊണ്ടുവരും. പക്ഷെ ഈ ദാരുണത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മലയാളം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത്രമാത്രം വാക്കുകൾക്ക് ദാരുണതയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അനുഭവം വളരെ കഠിനമായിരിക്കും. അല്ലെ? വാക്കുകളുടെ പോലെയല്ല അനുഭവം. പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേക്കും ചിലവര് ഒരു സഹനം മറ്റൊരാളോട് സംസാരിക്കുമ്പോഴേക്കും ചിലപ്പോ കേൾക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ അനുഭവിക്കുന്നവന്റെ വേദന അതിസാഹസികമായിരിക്കും. അല്ലെ? ഇതൊരു മരണാനന്തര അവസ്ഥയെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. അതായത് ഈ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും മരണാനന്തര സമയത്ത് അനുഭവിക്കുന്ന സഹനത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ സഹനമൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വ്യക്തമായിട്ടൊന്നും അനുഭവിക്കുന്നില്ല. പക്ഷെ മരണാനന്തര സമയം എന്ന് പറഞ്ഞാൽ അതിഭീകരവും ഭയാനകവുമാണ്. അതുകൊണ്ട് എന്താണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്താണ്? എല്ലാ ദിവസവും ദൈവം കരുണ നൽകുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കും, മറന്നു പോകാതിരിക്കാൻ ചില ജീവിതങ്ങള് വലിയ ദുരിതങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോ നന്നായി പഠിക്കും. അല്ലെ? ചില കഷ്ടതകള്, ചില രോഗങ്ങള് മനുഷ്യനാക്കി മാറ്റും. അല്ലെ? നല്ല മനുഷ്യരാക്കി മാറ്റും. പക്ഷെ ചിലവരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല എങ്കിലും ഒരു 50 പേര് ആണ് അങ്ങനെയാണെങ്കിൽ ഒരു 5 പേരൊക്കെ നല്ല മനുഷ്യരായി മാറുന്നുണ്ട്. ബാക്കി 45 പേര് എന്ത് പറ്റും? പഴയ അവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അല്ലെ? അപ്പോ ഈ അജ്ഞതയാണ് ഈ ലോകം കൊടുക്കുന്നത്. അതായത് ഈ അറിവിലേക്ക് വന്ന് പക്ഷെ അതവർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കാത്ത വിധത്തില് ലോകം അവരെ പലവിധ പ്രൊമോഷനും കൊടുക്കും. അതൊന്നും കുഴപ്പമൊന്നും, ഇതൊക്കെ സാധാരണ. അല്ലെങ്കിൽ അവർ പറയും, അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രോഗം വരുമ്പോ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഡോക്ടറാണ് എന്നെ സഹായിച്ചത്, രക്ഷിച്ചത്, അല്ലെങ്കിൽ മരുന്നാണ് രക്ഷിച്ചത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് രക്ഷിച്ചത്. അങ്ങനെ ഓരോരുത്തരും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മനുഷ്യൻ വിഷമിച്ചിരിക്കുകയാണ്, വളരെ ഹൃദയവേദനയായിട്ടിരിക്കണം. അപ്പൊ ഒരാള് വന്ന് ചിലപ്പോ ദൈവത്തിന്റെ ഇടപെടലുകൾ വഴി ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് നമ്മളെ സഹായിച്ച് കടന്നു പോകും. ഇത് എന്താണ്? ദൈവത്തിന്റെ ഇടപെടലുകളാണ്. അല്ലെ? ഇതൊന്നും ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും വളരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ശ്വാസം പോലും നമ്മൾ ശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എല്ലാം ദൈവത്തിന്റെ കരുണയുടെ കൃപയുടെയും അടയാളത്തിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്. പ്രപഞ്ചത്തിൽ ഒരു കീടമാണ് നമ്മൾ. ഈ പ്രപഞ്ചം മുഴുവനും നമ്മള് ദൃഷ്ടി കൊണ്ട് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മള് എല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ഉറുമ്പിനേക്കാൾ ചെറിയൊരു കണിക മാത്രമായിട്ടേ നമ്മളെ കാണാൻ പറ്റുള്ളൂ. അല്ലെ? അത്രമാത്രം ചെറുതാണ് നമ്മള്. എന്നിട്ട് പോലും നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു, കരുതുന്നു, സംരക്ഷിക്കുന്നു. ഇതൊക്കെ എന്താണ്?
വലിയൊരു ദൈവിക കരുണയുടെ അടയാളമാണ്. തന്റെ ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സംരക്ഷണമാണ്. ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ സംരക്ഷണം. ഒരു സംരക്ഷണത്തിന്റെ അടയാളമാണ്. ഇത് മനസ്സിലാക്കണം. നമ്മളുടെ സംരക്ഷണം ഒരിക്കലും ദൈവം എടുത്ത് കളയാൻ ആഗ്രഹിക്കും നമ്മളായിട്ട് ഇത് നശിപ്പിച്ച് കളയാതെ എപ്പോഴും നമ്മുടെ ദുർബലതയിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുവാനും നമ്മുടെ ബലഹീനത സമ്മതിച്ചു കൊടുക്കുവാനും അംഗീകരിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സംരക്ഷണം. നമ്മളിൽ തന്നെ ഉള്ള പല കഴിവുകളും നമ്മൾ തലപൊക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാല് ദൈവം നമ്മളില് ചെറുതാവുമ്പോൾ നമ്മൾ വലുതാകും. നമ്മൾ വലുതായാൽ നമുക്ക് ദുരിതം, അല്ലെ? നമ്മൾ അതെ വലുതായാൽ നമുക്കാണ് ദുരിതം, അല്ലെ? അതെ അതെ അതെ. നമ്മളിൽ ദൈവം വലുതായാൽ നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ലില്ലി സെബാസ്റ്റ്യൻ വായിക്കും. അമല ബെഞ്ചമിൻ വായിക്കാം. വായിക്കിട്ടില്ലെന്ന് നോക്കട്ടെ. കാണുന്നവര് വായിക്കേ, കാണുന്നവര് വായിക്കേ. ഞാൻ വായിക്കാം സിസ്റ്റർ, വായിക്കാം. അതെ, മറിയത്തിന്റെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചും കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അതായത് തന്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും, അല്ലെ? ദൈവത്തിന്റെ സ്നേഹത്തിലായിരിക്കുന്നവരുടെ മുമ്പില് ദൈവത്തിന്റെ കരുണയ്ക്ക് ഫലം കൂടുതൽ അനുഭവിക്കുന്നു എന്നുള്ള ബോധ്യം മനുഷ്യർക്കുണ്ട്, അല്ലെ? അപ്പൊ ദൈവഭക്തി ഇല്ലാത്തതാണ് ദൈവകരുണയെ അറിയാൻ സാധിക്കാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നം, അല്ലെ? ആണോ? ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ദൈവഭയം മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ഇല്ലാതാകുമ്പോ എന്ത് സംഭവിക്കുന്നു? ദൈവം തരുന്ന കരുണയ്ക്കും വിലയുണ്ടാകണമെന്ന് അല്ലെ? വില കൽപ്പിക്കില്ല. കൽപ്പിക്കോ? നമ്മളിപ്പോ നമ്മുടെ മക്കളെ വളർത്തുന്നു. അപ്പൊ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കാത്ത വിധത്തിലുള്ള സമയങ്ങളിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി പലതും നമ്മളിൽ തന്നെ ചുരുങ്ങി അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ വേണ്ടി നമ്മൾ കഠിനമായി അധ്വാനിച്ച് നമ്മളത് അവർക്ക് നേടിക്കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കഠിനമായ അധ്വാനങ്ങള്, നമ്മുടെ വേദനകള്, നമ്മുടെ ദുരിതങ്ങള്, ദാരിദ്ര്യങ്ങളൊക്കെ നമ്മള് സഹിച്ചും മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളത് നേടിയെടുക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ അത് അറിയാതെ പോകുന്നത് അവർക്കൊരു ദുരിതമാണ്. ആണോ? ഇത് വലിയൊരു ദുരിതമാണ്. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വെറുതെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറകള് ഈ ലോകം ഇങ്ങനെ അനുഭവിച്ച് കടന്നു പോകുമ്പോ ഈ തന്നത് എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല എനിക്ക് തന്നതെങ്കിലും ദൈവം എന്നോടുള്ള സ്നേഹത്തെ പ്രതിയും കരുണയെ പ്രതിയാണ് എനിക്ക് തന്നത്. അപ്പൊ എത്രയോ വലിയ സ്നേഹമാണ് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഉൾബോധ്യം മനുഷ്യരിലേക്ക് എത്തുന്നില്ല. മനുഷ്യൻ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്ത. ഇപ്പൊ മാതാപിതാക്കളാണെങ്കിൽ മക്കളെ അങ്ങനെ വളർത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഇപ്പൊ കണക്ക് പറയാൻ എന്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ മക്കള് നമ്മളോട് ചോദിക്കണത്.
അല്ലെ? ചോദിക്കാറില്ലേ പലരും? പല മക്കളും ചോദിക്കാറുണ്ട്, എന്തിനാണ് എന്നെ അങ്ങനെ വളർത്തിയത്, എന്തിനാ എന്നെ അങ്ങനെ ചെയ്തത്. അന്ന് തന്നെ ചിലപ്പോ ചില മക്കൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്ന് തന്നെ കുന്നുകളഞ്ഞേക്കായിരുന്നില്ലേ, എന്തിനാ അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചത്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ആയത് എന്ന് പറയുന്ന തർക്കുത്തരങ്ങൾ പറഞ്ഞ് ജയിക്കുന്ന മക്കളും ഉണ്ട്. പക്ഷെ അതില് ചിലപ്പോ ഒരു 100%-ത്തിലൊരു 2-3 മക്കളും ബോധപൂർവം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മക്കളുണ്ട്. ഒരുപാടൊന്നുണ്ടെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തില് ഇത്രയും വഷളായ ഒരു ജീവിത സാഹചര്യങ്ങള് ഉണ്ടാകുമായിരുന്നില്ല, അല്ലെ? എല്ലാ മക്കളും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതാണല്ലോ. ഈ ലോകത്തിൽ ജനിച്ചതും ജീവിക്കുന്നതുമായ ഓരോ മക്കളും ഓരോ കുടുംബങ്ങളിൽ ജനിച്ചതാണ്. അപ്പോ ഈ കുടുംബത്തിന്റെ വിലയും ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഒരു സാധാരണ മനുഷ്യര് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് എന്ത്? ദൈവഭയം, ദൈവഭക്തി, അല്ലേ? അതെ അതെ. ഇതൊരു കൺസെപ്റ്റ് അല്ല. ദൈവം എന്ന് പറയുന്നത് ഒരു ചിന്തയ്ക്ക് അതീതമായ ഒരു ശക്തിയാണ്. ഇതൊരു വെറും ഒരു കൺസെപ്റ്റായിട്ട് മാറുമ്പോൾ, അതായത് ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടാണ്, യമുനാ നദിയിൽ ഇങ്ങനെ ഭയങ്കരമായ അഴുക്ക് വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കണേണ്. അപ്പൊ ഈ അഴുക്ക് വെള്ളം പതഞ്ഞ് പതഞ്ഞ് ഒരു വലിയ ഒരു ഫോം ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അതില് ഒരു സ്ത്രീ ആ പത എടുത്തിട്ട് തല കഴുകുന്നു. അപ്പൊ ശരിക്കും അവര് ആ ദേശത്തോടൊക്കെ പറയുന്നുണ്ട്, അതിലിറങ്ങരുത്, വിഷാംശമുണ്ട്, മലിനമായ വെള്ളമാണ്. പക്ഷെ അവിടെയുള്ള സ്ത്രീകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഏതോ ഒരു ആചാരത്തിന്റെ പേരില് അവരത് മുങ്ങിക്കുളിച്ച് അതിൽ കുളിച്ച് തല കഴുകി അങ്ങനെയൊക്കെ നിൽക്കുന്നു. അത്രമാത്രം അന്ധതയാണ് മനുഷ്യരെ ഭരിക്കുന്നത്, അല്ലെ? എത്ര ഇപ്പൊ നമ്മള് ഈ ഗംഗാ നദിയിൽ മുങ്ങിക്കുളിച്ച പാപം കഴുകി പോവോ നമ്മുടെ? ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മള് ഏത് തലത്തിൽ പോയി മുങ്ങിക്കുളിച്ചാലും നമ്മുടെ പാപം അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ വേളാങ്കണ്ണിയിൽ പോയി നേർച്ച നേർന്ന് നമ്മളുടെ ഏതെങ്കിലും നിയോഗങ്ങൾക്ക് വേണ്ടി അവിടെ നേർച്ച ഈ മുട്ടയിലഴഞ്ഞ് നേരുന്നുണ്ട്, അല്ലെ? അത് നമ്മുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ്. ചിലപ്പോ ദൈവം കരുണ കാണിച്ച് കാര്യം നടത്തി തരും എന്ന് വിചാരിച്ച് നമ്മുടെ പാപം അതുവഴി മാറുന്നില്ല. ഉണ്ടോ? ഇല്ല. എന്റെ പാപൻ ഞാൻ ദൈവത്തോട് കാണിച്ച നിന്ദനത്തിനോ അപമാനത്തിനോ വേണ്ടിയാണ് ദൈവമേ, ഞാൻ എന്നോട് കാണിച്ച സ്നേഹത്തിനെതിരായി ചെയ്തു പോയ ജീവിത സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ പാപകടങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ മുട്ടുമേൽ എഴയുന്നത് എന്ന് പറഞ്ഞ ആരും അവിടെ എഴയുന്നതായിട്ട് നമ്മൾ കാണാറില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം അവരുടെ കൂടെ ഉണ്ട്. അല്ലാതെ ചെയ്യുന്നവർക്കും അനുഗ്രഹമുണ്ട്. കാരണം ദൈവം ഇങ്ങനെ മൽപ്പിടുത്തം പിടിച്ചുകൊണ്ടല്ല ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നത്, അല്ലെ? അവരുടെ അന്ധതയിലും അജ്ഞതയിലും ദൈവം കരുണ കാണിച്ചുകൊണ്ടാണ് മനുഷ്യരെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യമുനാ നദിയിൽ മുങ്ങിക്കുളിക്കുന്ന ആൾക്കാരും ജീവിക്കുന്നുണ്ട്, അല്ലാത്തവരും ജീവിക്കുന്നുണ്ട്, ഇതിലൊന്നിലും പെടാത്ത ആൾക്കാരും ജീവിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കുന്നവരും ജീവിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് സത്യം മനസ്സിലാക്കുക എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും നാള് വരെ അവസരമുള്ളൂ, അല്ലെ? അവസരങ്ങള് നമ്മളെ നല്ല അനുഗ്രഹദായകമായ നിത്യഭവനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യാണ്. നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, പാസ്പോർട്ട് മസ്റ്റായിട്ടും വേണം, വേണ്ടേ? രണ്ടും മസ്റ്റായിട്ട് വേണം. കേക്കാവോ? നമ്മളിപ്പോ ഇപ്പൊ നമ്മളൊരു വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോ നമ്മൾ വെറുതെ കൈ വീശി ഫ്ലൈറ്റിലോട്ട് കയറാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഒന്ന് പാസ്പോർട്ട്. അതെ, ഇത് രണ്ടും വേണം. ഇതുപോലെ തന്നെയാണ് നിത്യജീവനിലേക്ക്, അതായത് മരണാനന്തരം നമുക്ക് വെറും കൈയോടെ പോകാമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ അന്ധത, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആത്മാവിന് കൊടുക്കാവുന്ന ഒരു വലിയ അപകടം. ഇത് ഈ ഭൂമിയിൽ നമുക്ക് എന്തോരം സ്വാർത്ഥതയിലും എത്ര സ്വാതന്ത്ര്യത്തിലും എത്രമാത്രം നികൃഷ്ടതയിലും ജീവിക്കാം. പക്ഷെ വലിയൊരു ഓഫർ ഉണ്ട് മരണാനന്തര സമയം. അതായത് മരണത്തിന് തൊട്ട് മുമ്പ് വരെ ദൈവം അനുദപിക്കുവാനുള്ള അവസരം
തരും. തരും. അല്ലെ? അപ്പൊ അത് വലിയൊരു ഓഫറാണ്. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ നമ്മളിപ്പോ ഒരാളെ കൊന്നു എന്ന് എന്നത് നമ്മള് ചെയ്തത് രഹസ്യമായിട്ട് ജീവിച്ച് നമ്മള് ഒരുവിധം പ്രായമായി. പക്ഷെ ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് നടന്ന് അവസാന തെളിവ് വന്നു കഴിഞ്ഞാൽ നമ്മള് പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. അല്ലേ? അതെ. അതെ. ഏഹ് എന്താണ് കോടതി വിധിക്കുന്നത് നമ്മൾ അനുഭവിച്ചേ മതിയാവും. അതൊരു ഭൗമികമായ ഒരു വിധിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണല്ലോ ദൈവം അവിടെയും വലിയൊരു കരുണയുടെ കർത്താവ് പറയണ എന്താണ്? അനുദപിക്കുക എന്നുള്ള ഒരു വലിയ ദൈവീക കൃപ കൊണ്ട് മാത്രം ശുദ്ധീകരണ സ്ഥലത്തില് ആത്മാക്കളെ കുറിച്ച് നമുക്ക് കുറെ അറിവ് കിട്ടും. അതായത് ഈ ഭൂമിയിൽ നമ്മൾ ഏതവസ്ഥയിൽ ജീവിച്ചത്, എത്രമാത്രം നിന്ദ്യമായ ജീവിതം നയിച്ചാലും അവസാന നിമിഷത്തില് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിലൊക്കെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ് അടുത്തുള്ള ഒരു വോയിസ് മെസ്സേജ്. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കേൾക്കണം. ഒരു സ്ത്രീയെ കുറിച്ച് ഒരു വെളിപ്പെടുത്തലുകൾ കൂടിയാണ്. അവര് ജീവിത കാലത്ത് സ്വന്തം അമ്മ വേണ്ട വിധത്തില് മക്കളെ കെയർ ചെയ്തില്ല. അതായത് ഇഷ്ടാനുസരിച്ച് ആഡംബരമായിട്ട് ജീവിച്ച് കടന്നുപോയി. അപ്പോ അതിൽ കൂടി വന്നിട്ടുള്ള പാപം ഇപ്പൊ നമ്മള് ശരീരം നമ്മള് എത്രത്തോളം സൂക്ഷിക്കേണ്ടതാണെന്ന് ഈ ഭൂമിയിൽ വെച്ച് ആരെങ്കിലും നമ്മളെ പറഞ്ഞു തരുമോ? നല്ല മാതാപിതാക്കള് മാത്രമേ പറഞ്ഞു തരൂ. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നല്ല മാതാപിതാക്കളാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ പറയും ഇപ്പൊ ന്യൂജനാണ്. ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലാതെ നിങ്ങളൊക്കെ പഴഞ്ചൻ ആൾക്കാരാണെന്ന് പറഞ്ഞ് പഴയ ആൾക്കാരെയൊക്കെ കളിയാക്കും. അല്ല, ഇപ്പൊ നമ്മളിപ്പോ മാതാപിതാക്കൾ എത്ര പറഞ്ഞു കൊടുത്താലും പറയണ എന്താണ്? ഇപ്പോഴത്തെ പെൺമക്കളായാലും ആൺമക്കളായാലും പറയണത്, പെൺമക്കള് പിന്നെ കുറച്ചുകൂടി കൂടുതലാ പറയണത്. ഞാൻ പറയണത് അവര് നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കണത്? ഇതൊക്കെ ന്യൂജൻ വെർഷനാണ് എന്നുള്ള രീതിയില. അപ്പോ പലതും ഒരു എന്താണ് വളരെ പ്രദർശന വസ്തുവായിട്ട് ജീവിക്കാം. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. അത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ലെ? പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതിന്റെ അപ്പുറത്തൊരു ലൈഫ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യപ്രാപ്തി നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു സ്ട്രെങ്ത് ഇല്ല, ആത്മീയാരോഗ്യം ഇല്ല. അല്ലെങ്കിൽ അതിനു വേണ്ടി വില കൊടുത്ത് പിടിച്ച് നിർത്താനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. എന്താണ്? പിടിച്ചാ കിട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് മക്കള് കൈവഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ? ഇവർക്കൊക്കെ ഈ പറയാനും പ്രവർത്തിക്കുവാനുള്ള ഒരു ലൈസൻസ് ആണ് അവരുടെ ജീവിതം എന്നുപയോഗിച്ച് കടന്നു പോകുമ്പോ ഒരു പിടിവള്ളി വന്ന് പിടിച്ചു കുലുക്കി നിർത്തുമ്പോ അന്നേരം ഒന്നും ഈ കൂടെ നടന്നവരും ആഹ്ലാദിച്ചവരും ആനന്ദിച്ചവരും ആഘോഷിച്ചവരും ആരും ഉണ്ടാവില്ല. ആദ്യം ഈ പഴഞ്ചൻ അമ്മയോ പഴഞ്ചൻ അപ്പനോ ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലെ? അന്നേരം ഇരുന്ന് കരഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. നഷ്ടങ്ങളെ ഓർത്ത് വിലപിച്ചിട്ടൊന്നൊരു കാര്യമില്ല. അതിന് വില കൊടുത്തേ മതിയാവും. അപ്പോ അറിവുകൾ തരാനായിട്ട് ആളുകൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അത് സ്വീകരിക്കാനായിട്ട് മനുഷ്യർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യർ ഇത്രമാത്രം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ദൈവം ഈ ഓരോ അവസരങ്ങൾ തരുന്നതും ദൈവത്തിന്റെ കരുണയാണ്. അപ്പോ ഓരോ അപകടങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ദൈവഭയത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. എത്ര തലമുറകൾ? 1000 തലമുറകൾ വരെ ദൈവം, അതായത് അപകടകരമായ ജീവിതത്തിൽ നിന്നും അനുഗ്രഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വലിയ സമയവും കാലവും ഒന്നും വേണ്ട. ഒരു മനുഷ്യന്റെ തീരുമാനത്തിലേക്ക് എത്താൻ, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളിലേക്ക് എത്താനായിട്ട് ഒരു ആയുസ് മുഴുവനും വേണ്ടി വരികയാണ്. അല്ലേ? നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് പോകാനായിട്ട് കൂടി വന്ന 1 or 2 ദിവസം മതി. പക്ഷെ നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നും നമ്മുടെ ചിന്തകളിലേക്ക് എത്താൻ, അതായത് നല്ല നല്ല ചിന്തകളിലേക്ക് എത്താൻ ഒരു ലൈഫ് മുഴുവനും വേണ്ടി വരികയാണ്. അപ്പോ എന്താണ്? ദൈവത്തെ പരീക്ഷിക്കല്ലേ അത്? ഇതൊക്കെ ഒരു പരീക്ഷ, ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു ലൈഫ്. അതായത് നമ്മുടെ ഹൃദയത്തില് എല്ലാം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക,
ലോകം വെച്ച് നീട്ടുന്നത് അന്നും ദൈവം ഉണ്ടായിരുന്നപ്പോഴും ഈശോ മരിച്ചപ്പോഴും ജീവിച്ചപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നൊക്കെ തന്നെയാണ്, പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നപ്പോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ. കുറച്ച് വ്യത്യസ്തത മാത്രമേ വന്നിട്ടുള്ളൂ. കാലങ്ങളുടെയും ചിന്തകളുടെയും രൂപഭാവങ്ങളുടെയും മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അല്ലാതെ പാപാവസ്ഥകളുടെ ചിന്തകള് എന്താ ഇപ്പൊ എന്താണ് തുണി പണ്ട് സ്ത്രീകള് മേൽവസ്ത്രം ഉടുപ്പിക്കില്ലായിരുന്നു അല്ലേ? പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അതൊരു വലിയൊരു സമരവും ശക്തിയൊക്കെ ഉപയോഗിച്ച് അതിനെ അതിജീവിച്ചു. പക്ഷെ ഇന്ന് സ്ത്രീകള് അത് പേരിന് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ അതിന്റെ ഇടയിൽ ഒരു പൈശാചി, അതായത് തിന്മയുടെ സ്വാധീനം, അതായത് ഇതൊക്കെ കാണിച്ചാല് അല്ലെങ്കിൽ ശരീരം പ്രദർശിപ്പിച്ചാല് നീ കുറച്ചും കൂടി സമൂഹത്തില് സ്വീകാര്യത നേടും എന്നുള്ളൊരു ചിന്ത ലോകം വെച്ച് നീട്ടുന്ന അല്ലെ? അപ്പൊ ഈ സ്വീകാര്യത ആർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്? ലോകത്തിന് വേണ്ടിയാണ് അല്ലെ? ലോകം എന്നെ എപ്പോഴും കൈനീട്ടി സ്വീകരിക്കും എന്നോർത്തിട്ടാണ് പലരും ഇന്ന് സ്വന്തം ശരീരത്തെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയൊക്കെ സ്വാർത്ഥതയോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടെ ഉപേക്ഷിക്കുന്നതും സ്വീകരിക്കുന്നതും. ഇതൊന്നും ദൈവം കാണാതിരിക്കുന്നതാണോ? എല്ലാത്തിനും ഉത്തരം കൊടുത്തേ മതിയാവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പൊ. കുഞ്ഞുങ്ങളിലാണെങ്കിലും യുവജനങ്ങളിലാണെങ്കിലും കുടുംബജീവിതങ്ങളിലാണെങ്കിലും തിരുസഭയിൽ പോലും കേറി ദുഷ്ടൻ നല്ല അധ്വാനങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തില് ശരിക്കും പണിയെടുക്കുന്നത് ആരാണ്? സാത്താനാണ് ശരിക്കും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അതനുസരിച്ച് എന്താണ് ഈ ത്രെഡ് പാവകളി പോലെയാണ് മനുഷ്യൻ ജീവിക്കണത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ദൈവകരുണയാണ് ചവിട്ടി അരക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കരുണയാണ് മനുഷ്യൻ അതായത് ദൈവം മനുഷ്യരെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ടാണ് പിശാച് മനുഷ്യരിൽ കൂടി തന്നെ ദൈവത്തിന് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളുടെ മക്കള് എന്താണ് അടുത്ത വീട്ടിലെ പാരന്റ്സിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥയുണ്ടാവോ? ഉണ്ടാകും, നാച്ചുറൽ അല്ലേ? അപ്പോ അതിന് കാരണമായി എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഇടയിൽ വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം, ചെറിയൊരു കാരണം എന്റെ ഇടക്ക് വന്നിട്ടുണ്ടാവും. ആ കാരണത്തെ സോൾവ് ചെയ്യാതെ ഒരിക്കലും ആ ഒരു യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ കാരണം നിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യരെ ഇങ്ങനെ, അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് സെക്സ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ആ മോട്ടിവേഷൻ അവന് ശരിക്കും കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ സമ്പത്ത് ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ആ സമ്പത്തിലേക്ക് മാത്രം അവന്റെ കണ്ണുകള് ഇങ്ങനെ തറഞ്ഞിരിക്കാൻ അവൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സൗന്ദര്യം, ഒരു വ്യക്തിക്ക് ഭയങ്കരമായ അവരുടെ സൗന്ദര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ സൗന്ദര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവളുടെ സൗന്ദര്യത്തെ എത്രമാത്രം നശിപ്പിക്കാമോ അത്രമാത്രം. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. സ്വിച്ചിട്ടാ കത്തുന്ന ബൾബ് പോലെ സഡൻലി പെട്ടെന്ന് ഒരൊറ്റ പ്രഭാതത്തിൽ നടക്കുന്നല്ല. ഇങ്ങനെ ഒരു സൈലന്റ് പോയിസൺ പോലെ അവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മള് കുറച്ചു പേരൊക്കെ മനസ്സിലാക്കി അതൊക്കെ കുറച്ച് ബോധപൂർവം അതിനെ റിക്കവർ ആവും. പക്ഷെ എല്ലാവർക്കും അതിൽ നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റും? ഇതൊക്കെ ലോകത്തിൽ എല്ലായിടത്തും ഉള്ളതല്ലേ എന്നുള്ള ധാരണയില് എല്ലാവരും ആ ഒരു മുഴുകിയ ജീവിതം. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഒരു മനുഷ്യന് സെക്സ് ആവശ്യമാണ്, പണം ആവശ്യമാണ്, സൗന്ദര്യം ആവശ്യമാണ്. ഇതെല്ലാം ദൈവം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളതാണ്. പക്ഷെ ഇത് ദൈവത്തിനെ ഇതിന്റെ മുകളില് വെച്ച് നമുക്ക് ഇതിന്റെ ഈ മൂന്ന് കാര്യത്തിന്റെയും മുകളിൽ ദൈവമാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കിതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ല, ഇതെല്ലാം ദൈവത്തെ കുറച്ച് അവസ്ഥയിൽ ആണ് നമ്മളിത് മൂന്നും തല ഉയർത്തി നിർത്തുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ താഴ്ത്തി ഇത് മൂന്നും നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ
ഭരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇന്ന് കാലം നമുക്ക് ചുറ്റും കാണുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ഭവനങ്ങളിലാണെങ്കിലും സെക്സ് അല്ലെങ്കിൽ പണം പ്രശ്നമാണ്, പണം പ്രശ്നം അല്ലെങ്കിൽ സൗന്ദര്യം. ഇന്ന് സൗന്ദര്യത്തിന് വലിയ മൂല്യം കൊടുക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ഇത് നമ്മളുടെ ശരീരം ഓൾറെഡി ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് വളരെ ആരോഗ്യപ്രദമായിട്ടും ഒരു വ്യക്തിക്ക് എത്രമാത്രം സൗന്ദര്യം വേണമെന്നുള്ള ദൈവം അത് കണക്ക് കൂട്ടി തന്നെയാണ് കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ബോധപൂർവം നമുക്ക് ബോധവും ബുദ്ധിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇത്ര സൗന്ദര്യം പോരാ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തും, അല്ലെ? അപ്പൊ ദൈവം സെറ്റ് ചെയ്ത് വെച്ചേക്കണതിനെ നമ്മൾ അതിനെ മറികടക്കാനുള്ള ഒരു എടുത്തുചാട്ടം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യും. അപ്പോൾ ആരെയാണോ ഓവർകം ചെയ്യണത്? ദൈവത്തെ തന്നെയാണ്. ദൈവം ഞാനിപ്പോ പണ്ട് എന്നെ ഓർക്കുമായിരുന്നു, എന്റെ ശബ്ദം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എന്റെ ശബ്ദം മാറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ ശബ്ദം എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ആരാ? ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ ചോദ്യം ചെയ്യാൻ പോയാല് എന്റെ അവസ്ഥ എന്താ? എന്തോ ഒരു മനുഷ്യരാണ് ശബ്ദം ഇല്ലാതെ ജീവിക്കുന്നത്, കേൾവി ഇല്ലാതെ ജീവിക്കുന്നത്, കൈയും കാലും ഇല്ലാതെ ചെയ്യാൻ. ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ആ സമയം എനിക്ക് മനസ്സിലായി, ദൈവമേ, ഞാൻ ഇന്നുവരെ ചിന്തിച്ചത് ദൈവത്തിനെതിരായിരുന്നു ചിന്തിച്ചത്. കാരണം എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം എനിക്ക് അനുഗ്രഹമാക്കി തന്നെ, എനിക്ക് ഒരു അഭിഷേകമാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് എന്റെ ബുദ്ധിയാണ്, എന്റെ ചിന്തയാണ് എന്നെ വഞ്ചിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അപകടമാണെന്ന് പറഞ്ഞ് ഞാനത് അനുദപിച്ച് കുമ്പസാരിച്ചോന്ന് എനിക്കിപ്പോ ഓർമ്മയില്ലെങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ മാപ്പ് ചോദിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസമായി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊന്നുമില്ലാത്ത മനുഷ്യര് എത്രമാത്രം സഹിച്ചും ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്നു. എനിക്ക് ഇത്തിരി എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്റെ ശബ്ദത്തിന് എനിക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയത് എത്രമാത്രം ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, എത്രമാത്രം ദൈവത്തെ നിന്ദിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്തപ്പോ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി. ഇങ്ങനെ എല്ലാവർക്കും ഒന്നും ഇത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്ത വരുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു കരുണയാണ്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ അടുത്ത ചിന്ത എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരും ഈ ശരീര സൗന്ദര്യം കൂട്ടാൻ വേണ്ടി സർജറി ചെയ്യുന്നു, പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല കോസ്മെറ്റിക്സും ഉപയോഗിക്കുന്നു, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം ആരോഗ്യം സുരക്ഷിതമാക്കാൻ വേണ്ടി പലതും ഉപയോഗിക്കേണ്ടതായി വരും. പക്ഷെ അതിനെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനോ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ദൈവം നമുക്ക് ആവശ്യമായ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടേക്കാം. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ജീവിക്കാനായിട്ട് ക്രമീകരിച്ച് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും മനുഷ്യർ അറിയുന്നില്ല. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വന്ന് ഇപ്പോ ഏറ്റവും ഒരു വ്യക്തിയുടെ നല്ലൊരു ജീവിതം തുടങ്ങുന്ന സമയം കല്യാണമാണ്, വിവാഹം എന്ന ഉദാശ. അന്ന് പോലും വസ്ത്രം ഒരു വളരെ കുറവ് ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയില്ല. എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കാരണം മനുഷ്യരെല്ലാവരും അറിയട്ടെ. അറിഞ്ഞില്ലെങ്കിൽ അപകടം അതിദാരുണമായിരിക്കും. അതൊരു അജ്ഞതയുടെ അവസ്ഥയിലാണ് മനുഷ്യർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അറിയാതെ കടന്നു പോകുമ്പോൾ അറിവുള്ളവൻ ഈ അറിവൊന്ന് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതിന് നമുക്കിപ്പോ ലോകരോട് ഇങ്ങനെ മൈക്കം വിളിച്ചു പറയാനും പറ്റുന്നില്ല. നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് എല്ലാവർക്കും അതിനുള്ള സാഹചര്യവും, ഇപ്പൊ നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച് ഇവിടം വരെ എത്തിയല്ലോ. ഞാനിപ്പോ എന്റെ കാര്യം, ഒരു കുഞ്ഞിക്കാര്യം പറയുമ്പോഴും എന്റെ പുറകിൽ എന്റെ ബുദ്ധിയുടെ ചിന്തകളുടെയൊക്കെ ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനെ അതിജീവിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ദൈവകരുണയിൽ ആശ്രയിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി